എമ്പുരാൻ എഡിറ്റ് ചെയ്യാൻ തയ്യാറായത് ഫാസിസ്റ്റ് പേടിയുടെ ഭാഗമായാണെന്നും വർത്തമാനകാല ഭാരതത്തിലെ നവഫാസിസത്തിന്റെ മുഖങ്ങളെ മുഖ്യധാരാ സിനിമയുടെ ക്യാൻവാസിൽ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ചരിത്രപരമായ പ്രാധാന്യമെന്നും പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ വാണിജ്യ അടിസ്ഥാനത്തിൽ താല്പര്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഒരു വലിയ ബിഗ് ബജറ്റ് ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് ഈ കൃത്യമായും ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ചരിത്രപരമായ ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ നടത്താൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. വർത്തമാനകാല ഭാരതത്തിലെ നവ ഫാസിസത്തിൻ്റെ മുഖങ്ങളെ ശക്തമായി അഭ്രപാളിയിൽ അടയാളപ്പെടുത്താൻ, അതും ഈ സമാന്തര സിനിമയുടെ ഒരു ചെറിയ ക്യാൻവാസിലില്ലാതെ മുഖ്യധാര സിനിമയുടെ ക്യാൻവാസിൽ തന്നെ ധൈര്യമായി അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ഒരു ചരിത്രപരമായ പ്രാധാന്യം. അതിമോശമായ അതിവികലമായ വർഗീയ ബോധത്തിനെ കൃത്യമായും അടയാളപ്പെടുത്തുവാൻ ഇങ്ങനെ പുതിയ തലമുറയിലെ എഴുത്തുകാരും സംവിധായകരും നടന്മാരും സാഹിത്യപ്രവർത്തകരും കവികളുമെല്ലാം ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനുള്ളൊരു നല്ല കൊള്ളാവുന്ന ഒരു ടെസ്റ്റ് ഡോസായിട്ട് വേണം എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങി കുറച്ചു കാലം കൊണ്ട് തന്നെ അത് ചെയ്യേണ്ട ദൗത്യം അത് ചെയ്തു കഴിഞ്ഞു. അതിന് ശേഷം ഉണ്ടാകുന്ന എഡിറ്റിങ്ങും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും അതിന് മുമ്പുള്ള ഡിസ്കഷനും അതിൻ്റെ അന്തസത്തയെക്കുറിച്ചുള്ള ഡിസ്കഷനും എല്ലാം ആരോഗ്യകരമാണ് എന്ന അഭിപ്രായമാണ് ഒരു കവി എന്ന നിലയിൽ എനിക്കുള്ളത്.